Hi all, welcome to Study with PSC കോട്ടയം കോഴിക്കോട് LDC എക്സാമിനേഷന്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ 6:38, ഓപ്ഷൻ ബി 9:85, ഓപ്ഷൻ സി 11:123, ഓപ്ഷൻ ഡി 15:227. സൊല്യൂഷൻ, ഇവിടെ ഈ 4 ഓപ്ഷൻസിൽ 3 ഒരേപോലെ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. ഒരെണ്ണത്തിന് എന്തോ ഒരു വ്യത്യാസമുണ്ട് ചെയ്തിട്ടുള്ളതിൽ. അതായിരിക്കും ഇവിടുത്തെ ഒറ്റയാൻ. എപ്പോഴും ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് 1 മുതൽ 30 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ ബൈഹാർട്ട് ചെയ്ത് വെക്കണം. അതുപോലെ 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ് ബൈഹാർട്ട് ചെയ്ത് വെക്കണം. അങ്ങനെ ആകുമ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ ഓപ്ഷൻ എ 6:38, 6 സ്ക്വയർ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 36 പ്ലസ് 2 38. ഓപ്ഷൻ ബി 9:85, 9 സ്ക്വയർ പ്ലസ് 4 81 പ്ലസ് 4 85. ഓപ്ഷൻ സി 11:123, 11 സ്ക്വയർ പ്ലസ് 2 ഈസ് ഈക്വൽ ടു 121 പ്ലസ് 2 123. ഓപ്ഷൻ ഡി 15:227, 15 സ്ക്വയർ പ്ലസ് 2 225 പ്ലസ് 2 227. അപ്പൊ ഇവിടെ ഓപ്ഷൻ എയിലും സിയിലും ഡിയിലും ഫസ്റ്റ് ടേം സ്ക്വയർ ചെയ്ത് അതിൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ സെക്കൻഡ് ടേം കിട്ടി. ഓപ്ഷൻ ബിയിലാണെങ്കിൽ ഫസ്റ്റ് ടേം സ്ക്വയർ ചെയ്ത് അതിൻ്റെ കൂടെ 4 കൂട്ടിയപ്പോഴാണ് സെക്കൻഡ് ടേം കിട്ടിയത്. അപ്പൊ ഇവിടെ വ്യത്യാസമായിട്ട് നിൽക്കുന്നത് ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 9:85. അടുത്ത ക്വസ്റ്റ്യൻ, 168 പ്ലസ് 72/9 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് 12/4 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ, ഇതുപോലെ വരുന്ന പ്രോബ്ലംസ് ചെയ്യുന്നത് ബോഡ്മാസ് റൂൾ വെച്ചിട്ടാണ്. ബോഡ്മാസ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ആദ്യം ബ്രാക്കറ്റിലുള്ള കാൽക്കുലേഷൻ ചെയ്യണം. കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യുന്നത് ആദ്യം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, പിന്നെ അഡീഷൻ ചെയ്യണം, ലാസ്റ്റ് സബ്ട്രാക്ഷൻ ചെയ്യണം. ഈ ഒരു ഓർഡറിലായിരിക്കണം കാൽക്കുലേഷൻസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാം. ഇവിടെ ആദ്യം 168 പ്ലസ് ബ്രാക്കറ്റിലുള്ള കാൽക്കുലേഷൻ ആദ്യം ചെയ്യുക. 72/9 8 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ബ്രാക്കറ്റിലുള്ള കാൽക്കുലേഷൻ ആദ്യം ചെയ്യുക. ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഡിവിഷൻ ആണ്. അപ്പൊ ഇവിടെ 12/4 3, 3 പ്ലസ് 1 4, അപ്പൊ 2 ഇൻറ്റു 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 168 പ്ലസ് ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ 3 24 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 8. 168 പ്ലസ് 24 അത് എഴുതി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മൈൻഡിൽ ചെയ്യുക. മൈൻഡിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം, അന്നേരം സമയം കുറച്ച് മതി. അപ്പൊ ഇവിടെ 168 പ്ലസ് 24, 168 4 172, 172 20 192, 192 ബൈ 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 8, 8 2 16, 16 3 19, അപ്പൊ 32 എന്ന് പറയുമ്പോൾ 8 4 32, 24 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ മീഡിയൻ കാണുക. സൊല്യൂഷൻ, സംഖ്യകളുടെ മീഡിയൻ കാണാനായിട്ട് ആദ്യം തന്നിരിക്കുന്ന സംഖ്യകളെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അതായത് ആരോഹണ ക്രമത്തിൽ ചെറുതിൽ നിന്ന്
വരിതിലോട്ട് എഴുതുക. എന്നിട്ട് ഈ സംഖ്യകളുടെ എണ്ണം എത്രയാണെന്ന് നോക്കുക. സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യയാണെങ്കിൽ മിഡിലിൽ വരുന്ന സംഖ്യ ആയിരിക്കും മീഡിയൻ. സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യ ആണെങ്കിൽ മിഡിലിൽ 2 നമ്പേഴ്സ് വരുമല്ലോ. അപ്പൊ ആ മിഡിലിൽ വരുന്ന 2 നമ്പേഴ്സിന്റെ ആവറേജ് ആയിരിക്കും മീഡിയൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഈ തന്നിരിക്കുന്ന സംഖ്യകളെ ആദ്യം അസെൻഡിങ് ഓർഡറിൽ എഴുതാം. അപ്പൊ ഇവിടെ ഇത് 6.10, 6.10, 6.15, 6.15, 6.18, 6.18, 6.20, 6.20, 6.21, 6.25, ഇങ്ങനെ വരും അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ. ഈ സംഖ്യകളുടെ എണ്ണം എത്രയാണെന്ന് നോക്കാം. 2, 4, 6, 8. ഇവിടെ 8 സംഖ്യകളുണ്ട്. സംഖ്യകളുടെ എണ്ണം ഇരട്ട സംഖ്യയാണ്. ഒറ്റ സംഖ്യ ആണെങ്കിൽ മിഡിലിൽ വരുന്ന നമ്പർ ആയിരിക്കും മീഡിയൻ. ഇരട്ട സംഖ്യ ആണെങ്കിൽ മിഡിലിൽ 2 നമ്പേഴ്സ് വരുമല്ലോ, ഒറ്റ സിംഗിൾ ആയിട്ട് വരത്തില്ലല്ലോ. അപ്പൊ ഇവിടെ മിഡിലിൽ വരുന്ന 2 നമ്പേഴ്സിന്റെ ആവറേജ് ആയിരിക്കും മീഡിയൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതേതെന്ന് നോക്കാം. മിഡിലായിട്ട് വരുന്ന നമ്പേഴ്സ് അല്ലേ, 8 സംഖ്യകളുണ്ട്. അപ്പൊ ഇവിടുന്ന് 3 എണ്ണം ഇങ്ങോട്ട് പോയി, ഇവിടുന്ന് ഈ 3 എണ്ണവും പോയി. പിന്നെ മിഡിലിൽ വരുന്നത് ഈ 2 സംഖ്യകളാണ്. അതായത് 6.18, 6.20. ഇതിന്റെ ആവറേജ് ആയിരിക്കും ഇവിടെ മീഡിയൻ. മീഡിയൻ ഈസ് ഈക്വൽ ടു 6.18 പ്ലസ് 6.20 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 6 12, 18 20 38. അപ്പൊ 12.38 ബൈ 2. 2 6 12, 2 19 38. 6.19 ആണ് ഇവിടുത്തെ മീഡിയൻ. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് എന്ന വാക്കിനെ JUVJR എന്ന് എഴുതാമെങ്കിൽ ബ്ലാക്ക് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? സൊല്യൂഷൻ. വൈറ്റ് എങ്ങനെയാണ് JUVGR ആയത്, അതുപോലെ ബ്ലാക്ക് എങ്ങനെ വരുമെന്ന് വേണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ അതിനായിട്ട് ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ പൊസിഷൻസ് അറിഞ്ഞിരിക്കണം. ഈ ടൈപ്പ് പ്രോബ്ലം ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ പൊസിഷൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആണിത്. അപ്പൊ ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ പൊസിഷൻ അറിയാനായിട്ടൊരു ട്രിക്ക് ഉണ്ട്, അതായത് ഒരു കോഡുണ്ട്. അതാണ് ഇജോടി. ഇയുടെ താഴെ 5, ജെയുടെ താഴെ 10, O 15, T 20, Y 25. അതായത് ഈ 5ാമത്, J 10ാമത്, O 15ാമത്, T 20ാമത്, Y 25ാമത്. ഈ കോഡിലൂടെ ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ പൊസിഷൻ അറിയാൻ പറ്റും. അപ്പൊ ഇത് നോക്കി ഇംഗ്ലീഷ് ആൽഫബറ്റിന്റെ ഈ പൊസിഷൻസ് ഒന്ന് എഴുതാം. അപ്പൊ ഇവിടെ വൈറ്റ് W എന്ന് പറയുമ്പം T 20ാമതാണ്. അപ്പൊ W എന്ന് പറയുമ്പം W അല്ലെ, Tക്ക് ശേഷമാണ് W വരുന്നത്. W ഇതാ ഇങ്ങനെയാണല്ലോ എഴുതുന്നത്, ഇങ്ങനെയല്ലേ എഴുതുന്നത്. ഇതിനെതാ ഇങ്ങനെ ഒന്ന് വെക്കുമ്പോൾ ഒരു 3യുടെ ഷേപ്പ് കിട്ടുന്നുള്ളൂ അല്ലെ, ഒന്ന് തിരിച്ചെഴുതുമ്പോൾ. അപ്പൊ അത് വെച്ചിട്ട് ഓർക്കുക W 23ാമത് പൊസിഷനിലാണെന്ന്. ഈ കോഡ് വെച്ചും പിന്നെ കുറച്ച് ക്ലൂവും വെച്ച് ഓർക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ, പെട്ടെന്ന് ഇതുപോലത്തെ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ H ഈ കോഡിനകത്ത് നിന്ന് കണ്ടുപിടിക്കാം. അതുപോലെ ദാ H എഴുതുമ്പോൾ ദാ Hന് ഒരു 8ന്റെ ഷേപ്പ് തോന്നുന്നില്ലേ, H 8ാമതാണ്. H എഴുതുമ്പോൾ ദാ ഒരു 8ന്റെ ഷേപ്പ്. അപ്പൊ H 8ാമത്, J 10ാമതാകുമ്പോൾ I 9ാമത്, T എന്ന് പറയുന്നത് 20ാമത് പൊസിഷനിൽ, E ആണെങ്കിൽ 5ാമത് പൊസിഷനിൽ. J ആവുമ്പോൾ J 10ാമത്, T 20ാമതാകുമ്പോൾ U എന്ന് പറയുന്നത് 21, V 22, G 7ാമത്. ഷേപ്പ് ഉണ്ടല്ലോ, അപ്പൊ G7 7ാമത് പൊസിഷനിലാണ്. 6 എന്ന് പറയുമ്പം O 15ാമതാ, PQ6 അല്ലെ, 16, 17, 18. അപ്പൊ 6 എന്നുള്ളത് 18ാമത് പൊസിഷനിൽ വരും.
ഓക്കെ, അപ്പൊ ഇവിടെ 23ാമത്തെ ക്വസ്റ്റ്യനിലുള്ളത് 10ാമതായി, 8 21ആയി, 9 22ആയി, 27ആയി, 5 18ാമതായി. അപ്പൊ നോക്കാം, 23 10 അല്ലെ, 23 മൈനസ് 10 13. അപ്പം 23ന്ന് 13 കുറച്ചു, അപ്പൊ -30. അതാണ് 10ാമത് ക്വസ്റ്റ്യൻ വന്നത്. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യനിലുള്ളത് 21ാമതായി മാറി. 8ന്റെ 21ന്റെ ഡിഫറൻസ് എത്രയാ? 21 മൈനസ് 8 13. അപ്പൊ 8ന്റെ കൂടെ 13 ആഡ് ചെയ്തപ്പോഴാണ് ഇവിടെ 21 ആയത്. അതുപോലെ 9 എന്നുള്ളത് 22ാമത് പൊസിഷനായി. അപ്പൊ 9ന്റെ 22ന്റെ ഡിഫറൻസ് എത്രയാണ്? 13. 22 മൈനസ് 9 13. അപ്പം 9ന്റെ കൂടെ 13 ആഡ് ചെയ്തപ്പോൾ 22ആയി. അതുപോലെ 20 എന്നുള്ളത് 7ാമത് പൊസിഷനിലേക്ക് വന്നു അല്ലെ. 20ന്റെ 7ന്റെ ഡിഫറൻസ് എത്രയാ? 13. 20ൽ നിന്ന് 13 കുറയ്ക്കുവാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് -30. അടുത്തത് എന്നുള്ളത് 6ആയി, അതായത് 5ാമത് പൊസിഷനിലുള്ളത് 18ാമതായി മാറും. അപ്പൊ ഇവിടെ 5ന്റെയും 18ന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 18 മൈനസ് 5 13. അപ്പൊ 5ന്റെ കൂടെ 13 ആഡ് ചെയ്തപ്പോഴാണ് 18 ആയത്. അപ്പൊ +13 വരും. അപ്പൊ ഇതുപോലെ ഇതും എഴുതുക. ഇവിടെ ആൽഫബറ്റില് ഈ വേർഡിന്റെ 5 ലെറ്റേഴ്സ് ഉണ്ട്. അതുപോലെ ഇതാ ഇവിടെ 5 ലെറ്റേഴ്സ് ഉണ്ട്. ഇവിടെ ഈ 1ാമതും 4ാമതും 13 സബ്ട്രാക്ട് ചെയ്യുക ചെയ്തിരിക്കുന്നത്. 2ലും 3ലും 5ലും 13 ആഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. 1ാമതും 4ാമതും 13 സബ്ട്രാക്ട് ചെയ്തു. 2ലും 3ലും 5ലും 13 ആഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ബിയിൽ നിന്ന് 13 കുറയ്ക്കണം. അപ്പൊ ആദ്യം ബിയുടെ ബ്ലാക്കിന്റെ പൊസിഷൻ ഒന്ന് എഴുതാം. ബി 2ാമത് വരും, എ ബി. എൽ 12ാമതാണ്, ജെ 10ാമത്, കെ എൽ 12ാമത്, പിന്നെ എൽ 12. അത് പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ടല്ലേ, എൽ 12. അപ്പൊ അത് വെച്ചിട്ട് എൽ 12ാമത്, എ 1ാമത്, സി 3ാമത്, ജെ കെ 11ാമത്. അപ്പൊ ഇവിടെ 2ൽ നിന്ന് 13 കുറയ്ക്കുക. അതായിരിക്കും ബിയിൽ നിന്ന് 13 കുറച്ചാൽ കിട്ടുന്നത്. അപ്പം ബിയിൽ നിന്ന് 13 കുറയ്ക്കുക അല്ലെ. അപ്പൊ 2ൽ നിന്ന് 13 കുറയ്ക്കുക. അപ്പൊ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യണ്ടേ? സൈൻ മാറ്റി കൂട്ടണം. അപ്പൊ 2 മൈനസ് 13 ആവുമ്പോൾ 2 പ്ലസ് 13 എടുക്കുക. അപ്പം 2 പ്ലസ് 13 എത്ര വരും? 15 വരും. 15th പൊസിഷനിലുള്ളത് O ആണ്. ബിക്ക് താഴെ O വരും. അല്ലെങ്കിൽ ബിയിൽ നിന്ന് 13 കുറയ്ക്കുക എന്ന് ചിന്തിച്ചാൽ എടുക്കാൻ പറ്റും. അങ്ങനെ ചിന്തിക്കുമ്പോൾ കുറെ ടൈം എടുക്കും. അതിനേക്കാളും എളുപ്പമില്ല. ഓക്കെ, അടുത്തത് L + 13, അതായത് 12 + 13 അല്ലെ. 12 + 13 25ാമത് പൊസിഷനിൽ വരുന്നത് Y ആണ്. എല്ലിന് താഴെ Y വരും. അടുത്തത് A + 13, അതായത് 1 + 13 വരും. 14th പൊസിഷൻ. O 15ാമതാകുമ്പോൾ N 14ാമത് വരും. അടുത്തത് 3 - 13 അല്ലേ. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുക ചെയ്തിരിക്കുന്നത്. ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കാനായിട്ട് സൈൻ മാറ്റി കൂട്ടണം. അപ്പൊ ഇവിടെ കുറയ്ക്കേണ്ട സംഖ്യയുടെ സൈൻ മാറ്റി കൂട്ടണം. അപ്പൊ ഇവിടെ 3 - 13 എന്ന് പറയുമ്പം -13ന്റെ സൈൻ മാറ്റുമ്പോൾ അത് +13 ആവും. അപ്പൊ 3 + 13 16ാമത് പൊസിഷനിൽ P വരും. അടുത്തത് 11 + 13 11ഉം 13ഉം 24ാമത് പൊസിഷനിൽ X വരും. അപ്പൊ ഇവിടെ ആൻസർ OYNPX ആണ്. അതിവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, 1നും 50നും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക. സൊല്യൂഷൻ, 1നും 50നും ഇടയിൽ വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക, അതായത് 2 മുതൽ 48 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. 2 മുതൽ തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n × n+1. 2 മുതൽ തുടർച്ചയായിട്ടുള്ള ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n × n+1. n എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യകളുടെ എണ്ണം. 2 മുതൽ 48 വരെ
എത്ര ഇരട്ട സംഖ്യകളുണ്ടെന്ന് നോക്കുക. അപ്പൊ എന്നിന്റെ വാല്യൂ കിട്ടും. എന്നിന്റെ വാല്യൂ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തുക കിട്ടും. അപ്പൊ ഇവിടെ 2 മുതൽ 48 വരെ 24 ഇരട്ട സംഖ്യകളാണ് ഉള്ളത്. അപ്പൊ n ഈസ് ഈക്വൽ ടു 24. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 24 ഇൻറ്റു 24 പ്ലസ് 1, 24 ഇൻറ്റു 25, 24 ഇൻറ്റു 25. ഒരു സംഖ്യേനെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഒരു ട്രിക്ക് ഉണ്ട്. അതായത് ഈ തന്നിരിക്കുന്ന സംഖ്യേനെ 100 കൊണ്ട് ഗുണിച്ചിട്ട് 4 കൊണ്ട് ഹരിക്കുക. അപ്പൊ ഇവിടെ 24 ഇൻറ്റു 100 കൊണ്ട് ഗുണിക്കുക എന്ന് വെച്ചാൽ 2 0 ഇട്ട് കൊടുത്താൽ മതി. 100 കൊണ്ട് ഗുണിക്കുക, 4 കൊണ്ട് ഹരിക്കുക. അപ്പൊ ഇവിടെ 2400/4, 4 6 24, 600 ആണ് തുക. അടുത്ത ക്വസ്റ്റ്യൻ, ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം. സൊല്യൂഷൻ. ഇവിടെ ഇതുപോലെയുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഇതില് വാല്യൂസ് ഇട്ട് നോക്കുക. എന്നിട്ട് അത് കമ്പയർ ചെയ്ത് അത് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ ഒരേ ചുറ്റളവുള്ള ചതുരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള ബന്ധം. ചതുരത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ്. ചതുരത്തിന്റെ ചുറ്റളവ് എന്ന് വെച്ചാൽ പെരിമീറ്റർ പി ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി, അതായത് 2 ഇൻറ്റു നീളം പ്ലസ് വീതി. ചതുരത്തിന്റെ വിസ്തീർണം അതായത് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് ലെങ്ത് നീളം, ബ്രെഡ്ത്ത് വീതി, നീളം ഗുണം വീതി. ഇതിൽ വാല്യൂസ് ഇട്ട് കമ്പയർ ചെയ്യുക. ഒരേ ചുറ്റളവ് വേണം, ഒരേ ചുറ്റളവുള്ള ചതുരങ്ങൾ. അപ്പൊ ഇവിടെ ഒരേ ചുറ്റളവ് വരണമെങ്കിൽ 6ഉം 2ഉം, ലെങ്ത് 6 ബ്രെഡ്ത്ത് 2ഉം വന്നാൽ 6ഉം 2ഉം 8, 8 2 16 വരും. അതുപോലെ ലെങ്തും ബ്രെഡ്ത്തും 4 വീതം എടുത്താൽ, ലെങ്തും ബ്രെഡ്ത്തും 4 വീതം എടുത്താൽ 4ഉം 4ഉം 8, 8 2 16. അപ്പം ഈ കേസിൽ ചുറ്റളവ് സെയിം ആയിട്ട് വരുന്നുണ്ട്. അത് നോക്കാം. 2 ഇൻറ്റു 6 പ്ലസ് 2, 6 പ്ലസ് 2 8, 8 2 16. ലെങ്തും ബ്രെഡ്ത്തും 4 വീതമാകുമ്പോൾ 4 പ്ലസ് 4 ഇൻറ്റു 2 16. അപ്പൊ ഇവിടെ ചുറ്റളവ് സെയിം ആണ്. ഏരിയ നോക്കാം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 6 ഇൻറ്റു 2 12. ഏരിയ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 4 ഇൻറ്റു 4 16. വിസ്തീർണം കൂടുതലുള്ള ചതുരം 4 ഇൻറ്റു 4 വരുന്ന. അപ്പൊ അതിവിടെ ലെങ്തും ബ്രെഡ്ത്തും സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. വിസ്തീർണം കൂടുതലുള്ള ചതുരത്തിന്റെ ലെങ്തും ബ്രെഡ്ത്തും സെയിം ആണ്. ചുറ്റളവ് സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. വിസ്തീർണം കൂടുതലായിട്ട് വന്നിരിക്കുന്നത് നീളവും വീതിയും തുല്യമായിട്ടുള്ള ചതുരത്തിനാണ്. അതുകൊണ്ട് ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ചുറ്റളവ് സെയിം ആയിട്ട് വരുന്നത് 9 3 നോക്കാം. അതുപോലെ 6 6, 9 3 12 ഇൻറ്റു 2 24 ചുറ്റളവ് വന്നു. അതുപോലെ ഇത് 6 പ്ലസ് 6 ഇൻറ്റു 2, 6 6 12 2 24. ചുറ്റളവ് സെയിം ആണ്. ഇനി ഏരിയ നോക്കാം. 9 ഇൻറ്റു 3 27, 6 ഇൻറ്റു 6 36. അപ്പൊ ഇവിടെ ചുറ്റളവ് സെയിം ആയ ചതുരത്തിന്റെ വിസ്തീർണം കൂടുതലുള്ളത് ഇവിടെ 36-നാണ്. അതിന്റെ നീളവും വീതിയും തുല്യമാണ്. അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇട്ടാൽ വാല്യൂസ് ഇട്ട് ചെക്ക് ചെയ്ത് നോക്കുക. ഒരു എക്സാമ്പിൾ ഒക്കെ നോക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് 2 എക്സാമ്പിൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ 3 8 15 24 ഡാഷ്. ഈ ഡാഷിൽ എന്ത് വരുമെന്ന് കണ്ടുപിടിക്കണം. സൊല്യൂഷൻ. ഒരു സീരീസ് തന്നാൽ
ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടുമോ എന്ന് നോക്കുക. ഐഡിയ ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കുക. അപ്പൊ എന്തെങ്കിലും ഐഡിയ കിട്ടുമോ എന്ന് നോക്കുക. എന്നിട്ടും ഐഡിയ ഒന്നും കിട്ടിയില്ലെങ്കിൽ സ്ക്വയറും ക്യൂബും ഒക്കെ ഇന്ന് ഇട്ട് നോക്കുക. അപ്പൊ ഇവിടെ ആദ്യം ഈ സീരീസിലെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. അതായത് 8 - 3 ഇവിടെ 5, 15 - 8 7, 24 - 15 9. അപ്പൊ 3ന്റെ കൂടെ 5 കൂട്ടി 8 ആയി. 8 7 15, 15 9 24. 5 കൂട്ടി 7 കൂട്ടി 9 കൂട്ടി. അപ്പൊ 5 2 7, 7 2 9. ഇനി 9 2 11 24ന്റെ കൂടെ കൂട്ടേണ്ടത്. 24 + 11, 24 + 11 35. 35 ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 125/8 × 2/3 × 16/625 എത്ര? സൊല്യൂഷൻ. ഒരു സംഖ്യയുടെ പവർ ഭിന്നസംഖ്യ അതായത് ഫ്രാക്ഷൻ രൂപത്തിൽ വരുവാണെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് ട്രിക്ക് പറഞ്ഞുതരാം. ട്രിക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. അതൊരു ക്ലൂ വിട്ട് പറയുന്നതേ ഉള്ളൂ. ഇവിടെ ഈ ഡിനോമിനേറ്റർ, ഈ ഫ്രാക്ഷനിലുള്ള ഡിനോമിനേറ്ററിന് ഈ സംഖ്യയുടെ റൂട്ട് കണ്ടുപിടിക്കാൻ എടുക്കുക. ന്യൂമറേറ്റർ വെച്ചിട്ട് ഈ സംഖ്യയുടെ ടൈംസ് എടുക്കുക. അതായത് റൂട്ടിന് നേരെ ഓപ്പോസിറ്റ്. അതാണല്ലോ എത്ര ടൈംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ചെയ്യാം. 125/8 × 2/3. 125/8. ഇവിടെ പവർ ഒരു ഫ്രാക്ഷൻ ആയിട്ടുള്ള സംഖ്യയാണ്. അതിന്റെ ഡിനോമിനേറ്റർ 3 ഡിനോമിനേറ്റർ ഉപയോഗിച്ച് റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഡിനോമിനേറ്ററിൽ 3 ആയതുകൊണ്ട് ഇത് ക്യൂബ് റൂട്ട് ഓഫ് 125/8 റേസ് ടു. ന്യൂമറേറ്റർ ആകുമ്പോൾ അത് ടൈംസ് ആയിട്ട് എടുക്കുക. അപ്പൊ ഇവിടെ എത്രയാ? 2 2 ടൈംസ്. അപ്പൊ റേസ് ടു 2 എന്ന് വരും. ക്യൂബ് റൂട്ട് ഓഫ് 125/8 റേസ് ടു 2 ഇൻറ്റു. അടുത്തത് 16/625 റേസ് ടു 1/2. 16/625 പവർ 1/2 ഡിനോമിനേറ്ററിൽ 2 ഡിനോമിനേറ്റർ ഉപയോഗിച്ച് റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 2 ആയതുകൊണ്ട് ഇത് സ്ക്വയർ റൂട്ട് വരും. സ്ക്വയർ റൂട്ട് ഓഫ് 16/625 റേസ് ടു ന്യൂമറേറ്റർ വെച്ചിട്ട് എത്ര ടൈംസ് ആണെന്നാണ് എടുക്കേണ്ടത്. ഇവിടെ ന്യൂമറേറ്ററിൽ 1 അപ്പോൾ 1 ടൈംസ് റേസ് ടു 1 എന്ന് വരും. ഇനി ഇത് സോൾവ് ചെയ്യുക. ക്യൂബ് റൂട്ട് ഓഫ് 125 5, ക്യൂബ് റൂട്ട് ഓഫ് 8 2 റേസ് ടു 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 16 4, സ്ക്വയർ റൂട്ട് ഓഫ് 625 25 റേസ് ടു 1. അപ്പൊ ഇവിടെ 5 സ്ക്വയർ 25, 2 സ്ക്വയർ 4 ഇൻറ്റു 4 റേസ് ടു 1 4, 25 റേസ് ടു 1 25. 4ഉം 4ഉം വെട്ടി 25ഉം 25ഉം വെട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. അനന്തുവിനെ ചൂണ്ടിക്കാട്ടി അമൃത പറഞ്ഞു, അവന്റെ അച്ഛൻ എന്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ്. സൊല്യൂഷൻ. ഇതൊരു ഫാമിലി റിലേഷൻഷിപ്പിൽ വരുന്ന പ്രോബ്ലം ആണ്. ഇത് സാധാരണയായിട്ട് ചെയ്യുന്നത് ഫിഗർ വരച്ചിട്ടാണ്. പക്ഷെ ഇവിടെ ഈ സെന്റൻസ് വായിക്കുമ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പിന്നെ ഫിഗർ വരച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊന്ന് വായിച്ചു നോക്കാം. അനന്തുവിനെ ചൂണ്ടിക്കാട്ടി അമൃത പറഞ്ഞു, അവന്റെ അച്ഛൻ എന്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ്. എന്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകൻ. എന്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകൻ എന്ന് വെച്ചാൽ എന്റെ മുത്തശ്ശിക്ക് ഒരൊറ്റ മകനേ ഉള്ളൂ. എന്റെ മുത്തശ്ശിക്ക് ഒരൊറ്റ മകനേ ഉള്ളെങ്കിൽ അതാരായിരിക്കും? എന്റെ അച്ഛനായിരിക്കും. എന്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകൻ എന്ന് വെച്ചാൽ അത് എന്റെ അച്ഛനായിരിക്കും. അവന്റെ അച്ഛൻ എന്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകനാണ് അവന്റെ അച്ഛൻ. അപ്പൊ എന്റെ മുത്തശ്ശിയുടെ ഒരേ ഒരു മകന്റെ മകനാണ് ആര്? അവൻ. അപ്പൊ ഞാനും അവനും തമ്മിൽ എന്തായിരിക്കും? സഹോദരങ്ങളായിരിക്കും.
അപ്പൊ അവൻ ആരാ? എന്റെ സഹോദരൻ. അപ്പൊ ഇതെങ്ങനെ പറഞ്ഞതാരാ? ഇവിടെ അമൃതയാണ് പറഞ്ഞത് അനന്തുവിനെ നോക്കി. അപ്പം അനന്തു അമൃതയുടെ സഹോദരനാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന പേരും മേൽവിലാസത്തോട് തുല്യമായത് ഏത്? മുഹമ്മദ് അൻസിൽ, സാനിയ മൻസിൽ, റൂർക്കേല, 690 732. സൊല്യൂഷൻ. ഈ തന്നിരിക്കുന്ന മേൽവിലാസം ഇവിടെ ഈ ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. അതിവിടെ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എയില് മൻസിലിന്റെ സ്പെല്ലിംഗ് തെറ്റാ. മൻസിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് MANZIL ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇസഡിന് പകരം എസ് ആണ്. ഓപ്ഷൻ ബിയില് റൂർക്കേലയുടെ സ്പെല്ലിംഗ് തെറ്റാണ്. റൂർക്കേല RA ആണ് വരേണ്ടത്. ഇവിടെ RO ആണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഡിയില് മുഹമ്മദിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. മുഹമ്മദ് MU ആണ് വരേണ്ടത്. ഓപ്ഷൻ ഡിയില് MO ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ്. സിയിലെല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്